പഴയ ഹരിശ്ചന്ദ്ര, സത്യവാൻ സാവിത്രി എന്നീ നാടകങ്ങൾ പാടി അഭിനയിച്ച കലാകാരന്മാരെ തേടിയുള്ള വരവാണ് ഞങ്ങളുടെ ഇന്നത്തെ വരവ്. നമസ്കാരം, ഞാൻ ജനാർദ്ദനൻ പുതുശ്ശേരി. നാടൻ പാട്ട് പാടാറുണ്ട്, അതിനെക്കുറിച്ച് ഗവേഷണവും ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇന്ന് തത്തമംഗലത്തുള്ള ഒരു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത്. തത്തമംഗലം ചിറ്റൂർ ഗ്രാമപ്രദേശങ്ങളിൽ കലകളുടെ ഒരു തേൻ കൂട് തന്നെ. നാടൻ കലകളും ഗാനമേളകളും സിനിമകളും പിറക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഉത്സവങ്ങളിൽ ഈ നാടകങ്ങൾ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഹരിശ്ചന്ദ്ര നാടകം, വള്ളി തിരുമണം, കോവിലൻ കഥ, അങ്ങനെ നിരവധി നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ശേഷിപ്പായി നാടൻ കലാകാരന്മാർ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവർക്ക് വേദികളില്ല. ഗാനമേളകളും നാടൻ പാട്ടുകളും സജീവമാണ് നമ്മുടെ പുതിയ തലമുറ. എന്നാൽ ഇതെല്ലാം കലകളെല്ലാം നിലനിൽക്കുന്നത് ആ പഴമയിലെ സത്ത ആണിവേരിൻ്റെ ശക്തി കൊണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടും നല്ലതങ്കാണ്, കോവിലൻ കഥ, വള്ളി തിരുമണം, ഗാന്ധിയെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയിലേക്ക് കൊണ്ടുവന്ന ഹരിശ്ചന്ദ്ര നാടകം, അങ്ങനെയുള്ള കലാകാരന്മാരെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരുടെ പാട്ടുകൾ കേട്ടു. അവർ വേദിയിലേക്ക് കൊണ്ടുവരേണ്ടത് കലാലോകത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്, കടമയാണ്. അവരുടെ കയ്യിൽ കൊട്ടും പാട്ടും കഥകളും സജീവമായിട്ട് നല്ല രീതിയിൽ മധുരമായി തന്നെ അവതരിപ്പിക്കാൻ ശേഷിയുള്ള കലാകാരന്മാരുണ്ട്. അവർക്ക് വേദികളാണ് ആവശ്യം. നമുക്ക് അവരെ സ്വീകരിക്കാൻ കലയുടെ പൂമുഖത്തേക്ക്. എൻ്റെ പേര് കൃഷ്ണൻ. ചെറിയച്ഛന്മാരായിട്ടും അച്ഛന്മാരായിട്ടും ഞാൻ നാടകത്തിൽ ചേർന്നിട്ട് 47 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. തുടക്കത്തിൽ ഹരിശ്ചന്ദ്രൻ്റെ മകനായിട്ടായിരുന്നു അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യയായി ചന്ദ്രമതിയായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ ഹാർമോണിസ്റ്റ് പുറത്തുനിന്ന് കിട്ടാൻ വഴിയില്ലാത്ത കാരണം ശ്രീ പാർട്ട് ഞാൻ നിർത്തിയിട്ട് ഹാർമോണിയം വായിക്കലാണ്. എല്ലാവരുടെ സീനും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ നാടകത്തിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ നമ്മുടെ അച്ഛന്മാർ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാണാൻ പോയി ഇരുന്നിട്ടുണ്ട്, റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അതിൽ നിന്ന് കണ്ടുപഠിച്ചാണ് ഞാൻ. ഹാർമോണിയം അടക്കം ഞാൻ അയാളുടെ പിന്നിൽ നിന്ന് കണ്ടുപഠിച്ചാണ്.